ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിൽ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ BJP സർക്കാരിനെ പിന്തുണച്ചിരുന്ന 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ JJP-യും BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചൊരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ സ്ഥിതി ഏറെ അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. അർജുൻ, എന്താണ് ഇന്ന് ഹരിയാനയിൽ ഉണ്ടായത്? ബസ്നട നിലവിൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. NDA സർക്കാരിന് നേരത്തെ 45 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 42 മാത്രമാണ്. അതിൽ 40 പേർ BJP-യുടെ MLA-മാരാണ്. ഒന്ന് ഹരിയാന ലോക്ഹിത് പാർട്ടി, മറ്റൊന്ന് ഒരു സ്വതന്ത്ര MLA കൂടിയാണ്. റോഹ്തക്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ ദീപേന്ദർ ഹൂഡ വിളിച്ചു ചേർത്തൊരു പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ എത്തിയാണ് ഈ 3 സ്വതന്ത്ര MLA-മാരും കോൺഗ്രസിന് പിന്തുണ അർപ്പിക്കുന്നു. BJP-ക്ക് നേരത്തെ നൽകിയ പിന്തുണ ഇനി ഉണ്ടാവില്ല, അത് പിൻവലിക്കുന്നു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കർഷകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ പോയത് എന്നുള്ള കാര്യം ഈ 3 MLA-മാരും പറയുന്നു. മറ്റൊന്ന്, ഈ പുതിയ സർക്കാരിനെ രൂപീകരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു തങ്ങളുടെ ആവശ്യം BJP-ക്ക് ഉണ്ടായിരുന്നു എന്ന്. നേരത്തെ മനോഹർലാൽ ഖട്ടർ ഉണ്ടായിരുന്ന സമയത്ത് BJP-ക്കൊപ്പം NDA-ക്കൊപ്പം നിൽക്കാൻ തങ്ങൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നത്. പക്ഷേ സൈനി സർക്കാർ വന്ന സമയത്ത് ആ രീതിയിലല്ല കാര്യങ്ങൾ. അങ്ങനെയാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്നുള്ള കാര്യം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ NDA സർക്കാരിൻ്റെ ഭാവി ഹരിയാനയിൽ പ്രതിസന്ധിയിലാണ് എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. കോൺഗ്രസ് അവരുടെ രാജി ആവശ്യപ്പെടും. കർഷക പ്രശ്നങ്ങളുമായി മുൻനിർത്തി 3 സ്വതന്ത്ര MLA-മാർ രാജിവെക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, അത് ജാട്ട് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്, ഇവയെല്ലാം കൂടെ ആകുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇത് എത്രത്തോളം സ്വാധീനിക്കുന്നു? ഉറപ്പായിട്ടും 10 സീറ്റുകൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. പക്ഷേ ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ പല സീറ്റുകളും അവിടെ റോഹ്തക് ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഒരുപക്ഷെ BJP-ക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിന് പ്രധാനമായിട്ടും വഴിവെക്കാൻ പോകുന്നത് BJP-യുടെ ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള കർഷക പ്രക്ഷോഭം, അതുപോലെ തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും. JJP ഇവരെ വിട്ട് മാറിക്കഴിഞ്ഞു, ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടി. അപ്പോൾ ആ നിലയ്ക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയായിരിക്കില്ലേ ഇവിടെ? തീർച്ചയായിട്ടും ഈ JJP-യുടെ നിലപാട് എന്ത് എന്നുള്ള കാര്യത്തെ നോക്കിയായിരിക്കും ഇനി അവിടെ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജന തർക്കങ്ങൾ തന്നെയാണ് JJP-യും BJP-യും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ആയതും വഴിവെച്ചതും പിന്നീട് ആ സഖ്യത്തിൽ നിന്നും JJP പോയതും. നിലവിൽ ഈ 10 MLA-മാർ, JJP-യുടെ 10 MLA-മാരും കോൺഗ്രസിനൊപ്പം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ഹരിയാനയിൽ BJP-ക്ക് അവരുടെ അധികാരം നഷ്ടപ്പെടുകയും ചെയ്യും. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും പിന്നീട് ഉണ്ടാവാൻ പോകുന്നത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഈ കൊല്ലം അവസാനം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും BJP-ക്ക് കടുത്ത വെല്ലുവിളിയായിരിക്കും.